നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ടത് വായിച്ചു വളരുക എന്ന സന്ദേശവുമായി വായനാ ദിനം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും വായനയുടെ കുലപതിയും എന്നറിയപ്പെടുന്ന PN പണിക്കർക്ക് നാടിന്റെ സ്മരണാഞ്ജലി. വായനാ ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു. ഒരു മാസക്കാലം നീളുന്ന വായനാ മാസാചരണത്തിനും തുടക്കം. ജില്ലാതല ഉദ്ഘാടനം ചേർത്തല ശ്രീനാരായണ കോളേജിൽ നടന്നു. ചേർത്തല നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ നീക്കം ചെയ്യാൻ നടപടികൾ ആരംഭിച്ചു. ചേർത്തല ദേവീക്ഷേത്രത്തിന് തെക്കുവശം മുതൽ എക്സ്റേ കവല വരെയുള്ള അനധികൃത സ്ഥാപനങ്ങൾ പൊളിച്ചുമാറ്റി. നടപടി തുടരുമെന്ന് നഗരസഭ. കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ PJ ഫ്രാൻസിസ് ഓർമ്മയായി. 1996-ൽ മാരാരിക്കുളത്ത് VS അച്യുതാനന്ദനെ തോൽപ്പിച്ചാണ് PJ ഫ്രാൻസിസ് ശ്രദ്ധേയനായത്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കുട്ടനാട് വെള്ളത്തിൽ തന്നെ. നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതക്കയത്തിൽ. കാലവർഷം ആരംഭിച്ചപ്പോൾ തുടങ്ങിയ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഇപ്പോഴും പരിഹാരമില്ല. വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചിട്ട് ദിവസങ്ങളായി. വാർത്തകൾ വിശദമായി. വായിച്ചു വളരുക എന്ന സന്ദേശവുമായി വായനാ ദിനാചരണം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും വായനയുടെ കുലപതിയും എന്നറിയപ്പെടുന്ന PN പണിക്കർക്ക് സ്മരണാഞ്ജലി. മലയാളികളെ വായനാ സംസ്കാരം പഠിപ്പിച്ച വായനയിലൂടെ മാത്രമേ നന്മ കൈവരുത്താൻ കഴിയൂ എന്ന് വിശ്വസിച്ച PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 കേരളീയർ വായനാ ദിനമായി ആചരിക്കുന്നു. അമ്പലപ്പുഴയിലും സമീപ പ്രദേശങ്ങളിലും ഒട്ടേറെ ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചതിന് ശേഷം ഗ്രന്ഥശാലാ സംഘം രൂപവത്കരിക്കാൻ പണിക്കർ ശ്രമം തുടങ്ങി. 1945-ൽ സ്വപ്നം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. തുടർന്ന് നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് അദ്ദേഹം രൂപം നൽകി. ഒരു പുരുഷായുസ് മുഴുവൻ അറിവിൻ്റെ വെളിച്ചം വിതറി നവകേരളത്തെ പ്രകാശനമാക്കിയ പണിക്കർ 1995 ജൂൺ 19 അന്തരിച്ചത്. PN പണിക്കരുടെ ഓർമ്മ പേറുന്ന നീലംപേരൂരിലെ ജന്മഗൃഹവും ഇന്നും തലയെടുപ്പോടെ നിർത്തിയിട്ടുണ്ട്. കോട്ടയം പബ്ലിക് ലൈബ്രറി PN പണിക്കർ പഠിക്കുകയും സമീപത്തെ സ്കൂളിൽ ജോലി ചെയ്യുകയും ചെയ്തത് ഇതേ വീട്ടിൽ വെച്ചാണ്. ബന്ധു വത്സലയാണ് വായനയുടെ വളർത്തച്ഛൻ്റെ ഓർമ്മ പേറുന്ന തറവാട് സംരക്ഷിക്കുകയും സന്ദർശകർക്ക് വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. വായനാ ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വായനാ മാസാചരണത്തിനും തുടക്കമായി. ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം ചേർത്തല ശ്രീനാരായണ കോളേജിൽ നടന്നു. വായനാ ദിനാഘോഷത്തിൻ്റെയും വായനാ പക്ഷാചരണത്തിൻ്റെയും ജില്ലാതല ഉദ്ഘാടനം ചേർത്തല SN കോളേജിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ അധ്യക്ഷനായി. ADM ആശാസി ഇബ്രഹാം വായനാദിന സന്ദേശം നൽകി. ചെറുകഥാകൃത്ത് K രേഖ മുഖ്യാതിഥിയായി. SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TP ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ലൈബ്രറി കൗൺസിൽ, സാക്ഷരതാ മിഷൻ, ചേർത്തല SN കോളേജ് മലയാള വിഭാഗം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SN കോളേജ് റിട്ടയർഡ് മലയാളം വിഭാഗം മേധാവി MV കൃഷ്ണമൂർത്തി, K രേഖ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇതോടൊപ്പം PN പണിക്കർ അനുസ്മരണവും നടത്തി. മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുദർശനബായി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ N പ്രീത, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KV രതീഷ്, ലൈബ്രറി കൗൺസിൽ ചേർത്തല താലൂക്ക് സെക്രട്ടറി MS ശശിധരൻ, അസിസ്റ്റന്റ് എഡിറ്റർ TA യാസിർ, SN കോളേജ് മലയാളം വിഭാഗം മേധാവി TR രതീഷ്, കോളേജ് യൂണിയൻ മുൻ ചെയർപേഴ്സൺ ശ്രീഷ്മ കേളോത്ത തുടങ്ങിയവർ സംസാരിച്ചു. NBS പുസ്തകോത്സവം ADM ആശാസി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ടൈം ന്യൂസ് ആലപ്പുഴ. റിപ്പീറ്റ്. ടൈം ന്യൂസ് ചേർത്തല. PN പണിക്കർ സ്ഥാപിച്ച അമ്പലപ്പുഴയിലെ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ PN പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. H സലാം MLA ഉദ്ഘാടനം ചെയ്തു. പുതിയൊരു വായനാ സംസ്കാരത്തിനും സംസ്ഥാനത്ത് ഗ്രന്ഥശാല സംഘത്തിൽ 1-ാം നമ്പർ ഗ്രന്ഥശാലയായ രജിസ്ട്രേഷനുമുള്ള PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ സ്ഥാപകൻ കൂടിയായ PN പണിക്കരുടെ സ്മരണ പുതുക്കി PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ നിന്ന് വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. ഗ്രന്ഥശാലയുടെ പ്രഥമ സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിലെ ഗ്രന്ഥശാലകളെ ഒരു കുടക്കീഴിൽ കോർത്തിണക്കി സ്ഥാപിച്ച കേരള ഗ്രന്ഥശാല സംഘം പിറവിയെടുത്തതും അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിലാണ്. വായിച്ചു വളരുക എന്ന മുദ്രാവാക്യവുമായി വീടുകൾ കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ചാണ് PN പണിക്കർ അമ്പലപ്പുഴ തെക്കേനടയിൽ ₹1 വാടക കെട്ടിടത്തിൽ ഗ്രന്ഥശാലയ്ക്ക് തുടക്കമിട്ടത്. ഗ്രന്ഥശാലയുടെ ആദ്യ സെക്രട്ടറി എന്ന നിലയിൽ 1945-ൽ ഗ്രന്ഥശാലയ്ക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി PN പണിക്കരുടെ ഛായാചിത്രത്തിന് മുന്നിൽ H സലാം MLA തിരിതെളിയിച്ചു. തുടർന്ന് PN പണിക്കർ അധ്യാപകനായിരുന്ന കിഴക്കേനടയിലെ PN പണിക്കർ സ്മാരക LP സ്കൂളിൽ നടന്ന PN പണിക്കർ അനുസ്മരണ സമ്മേളനവും MLA ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ജീവിക്കുന്ന ആധുനികമായ ലോകത്താണ്. ശാസ്ത്രത്തിൻ്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അറിവിൻ്റെ പുതിയ വിജ്ഞാനത്തിൻ്റെ പുതിയ വിസ്ഫോടനം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സാധാരണ നിലയ്ക്ക് നമ്മുടെ എല്ലാം മനസ്സിലിങ്ങനെ കാണുന്നതിനേക്കാൾ വലിയ വലുപ്പത്തിലുള്ള വിജ്ഞാനത്തിന്റെ വളർച്ചയാണ് ലോകം സംഭവിക്കുന്നത്.
ആ ശാസ്ത്ര വളർച്ച ഉണ്ടാകുന്ന ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇന്ന് കാണുന്നതിനേക്കാൾ ശക്തമായൊരു വളർച്ചയുടെ, അറിവിന്റെ വളർച്ചയുടെ, വിജ്ഞാന വളർച്ചയുടെ കാലത്തായിരിക്കും നമ്മുടെ ഈ കുഞ്ഞു മക്കൾ ജീവിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാലത്തും നമ്മൾ പണിക്കർ സാറിനെ ഓർമ്മിക്കുമ്പോൾ പണിക്കർ സാർ ജനിച്ച് ജീവിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിച്ചൊരു കാലത്തിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നുള്ളതാണ്. പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നായകനായിരുന്നു PN പണിക്കരെന്ന് H. സലാം പറഞ്ഞു. ഗ്രന്ഥശാല പ്രസിഡന്റ് KP കൃഷ്ണദാസ് അധ്യക്ഷനായി. രാജാ ശ്രീകുമാർ വർമ്മ PN പണിക്കർ അനുസ്മരണം നടത്തി. ഗ്രന്ഥശാല സെക്രട്ടറി NS ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം സുഷമ രാജീവ്, കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി വൈസ് ചെയർമാൻ A. ഓമനക്കുട്ടൻ, പ്രധാനാധ്യാപിക PR പ്രിയ, AK ദക്ഷിണ, SMC ചെയർപേഴ്സൺ സൂര്യ സുരേന്ദ്രൻ, S. മീര എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല ചക്കരക്കുളം ഗവൺമെൻറ് LP സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കം. കഥാകൃത്ത് ചേർത്തല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ചക്കരക്കുളം ഗവൺമെന്റ് ഈസ്റ്റ് LP സ്കൂളിൽ വായനാ വാരാചരണം സംഘടിപ്പിച്ചു. കവിയും കഥാകൃത്തുമായ ചേർത്തല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒരു തല്ലുപുള്ളിയായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു 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 വ്യക്തി ഒരു ചുമ്മാ തമാശയായിട്ട് ഒരാൾ പറഞ്ഞ ഒരു കാര്യമാണ്. വീശാം, ഇരിക്കാം, പിന്നെ കുടയായി പിടിക്കാം. വെയിലൊക്കെ വരുമ്പോഴത്തേക്കും എന്തൊരു വെയിലാണ്, കുടയായിട്ട് പിടിക്കാം. അപ്പൊ ചില തല്ലുപുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുരുത്തക്കേടൊക്കെ ഒപ്പിക്കുന്ന ആൾക്കാർ ഇങ്ങനെയാണ്. പുസ്തകം പിടിച്ച് തലയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെയിൽ കൊള്ളാതെ നടക്കാനായിട്ടൊരു കുടയായി പിടിക്കാം. നായെ തടുക്കാം, പെട്ടെന്നൊരു പട്ടി ഓടി വരുവാണെങ്കിൽ ഓടും എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകം കാണിച്ച് ഇങ്ങനെ പേടിപ്പിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാവോ? പുസ്തകത്തെ കൊണ്ട് പുസ്തകം വളരെ പവിത്രമായിട്ട് നമ്മൾ കരുതേണ്ട, വിശുദ്ധമായിട്ട് കരുതേണ്ട ഒരു കാര്യമാണ്. പുസ്തകത്തെ പുറത്തിരിക്കാനോ പുസ്തകത്തെ. PTA പ്രസിഡന്റ് ഹരിലാൽ S. അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് അനിത KP സ്വാഗതം പറഞ്ഞു. കുമാരി രുദ്ര രാകേഷ് വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുമാരി റിയോണ റോയ് ആശംസകൾ അർപ്പിച്ചു. ജെയിംസ് കുര്യൻ നന്ദി രേഖപ്പെടുത്തി. അധ്യാപകരായ സിനിമോൾ R, തിബിൻമോൾ TN, മീനാക്ഷി, ഷേർലി, പ്രേമ, സുകന്യ, SMC അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾക്കെതിരെ നടപടി ആരംഭിച്ചു. ചേർത്തല ദേവീക്ഷേത്രത്തിന് തെക്കുവശത്തു നിന്നും എക്സ്റേ കവല വരെ പ്രവർത്തിക്കുന്ന അനധികൃത സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കാൻ നടപടി ആരംഭിച്ചു. നടപടി തുടരുമെന്ന് നഗരസഭ അധികൃതർ. ചേർത്തല നഗരത്തിൽ അനധികൃത കച്ചവടങ്ങൾ പെരുകുന്നു എന്ന പരാതിയെ തുടർന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ അനധികൃത കച്ചവടങ്ങളും കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി 17ഓളം അനധികൃത കയ്യേറ്റങ്ങൾ നഗരസഭ, ആരോഗ്യ, റവന്യൂ, ഹെൽത്ത് വിഭാഗം ജീവനക്കാർ ചേർന്ന് ഒഴിപ്പിച്ചു. ചേർത്തല എക്സ്റേ ജംഗ്ഷൻ മുതൽ ദേവീക്ഷേത്രത്തിന്റെ മുൻവശം വരെയുള്ള പരിശോധനയിൽ ആകെ 23 ബങ്കുകളിൽ 17 എണ്ണവും അനധികൃതമായിരുന്നു. അവ പൂർണ്ണമായും പൊളിച്ചു നീക്കപ്പെടുകയും 6 എണ്ണം മാത്രമാണ് ലൈസൻസ് ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ അനുവദനീയമായതിലും അധികം വലിപ്പമുള്ളവയുടെ അധികമായിട്ടുള്ളത് പൊളിച്ചു നീക്കുകയും ചെയ്തു. ടൗൺ സ്കൂൾ മുതൽ ഹോസ്പിറ്റൽ വരെയുള്ള ഭാഗങ്ങളിൽ സർവേയും നടന്നു. ആകെ 30 ബങ്കുകൾ ഉള്ളതിൽ 4 എണ്ണം അംഗീകാരം ഇല്ലാത്തതാണ്. ഇവയ്ക്ക് നോട്ടീസ് നൽകി. തുടർന്നും നഗരത്തിലെ കയ്യേറ്റങ്ങളും അനധികൃത കച്ചവടങ്ങളും ഒഴിപ്പിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി TK സുജിത്ത് അറിയിച്ചു. ഒഴിപ്പിക്കപ്പെട്ട അനധികൃത കയ്യേറ്റങ്ങളിൽ മിക്കവരും ലക്ഷങ്ങൾ മുതൽ മുടക്കി ബിസിനസ് നടത്തുന്ന രൂപത്തിലായിരുന്നുവെന്നും അവ ഉപജീവനത്തിനായുള്ള തെരുവ് കച്ചവടം എന്ന പരിധിയിൽ വരുന്നതല്ലെന്നും നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ S. സുദീപ് അറിയിച്ചു. സൂപ്രണ്ടുമാരായ TS അജി, P. പ്രശാന്ത്, റവന്യൂ ഇൻസ്പെക്ടർ PS ഹാരിസ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സ്റ്റാലിൻ ജോസ്, ബിസ്മി റാണി, ദിവ്യ S. ദിനകരൻ, ഓവർസിയർ അജയകുമാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദീപ്തി PN, സ്മിത രവീന്ദ്രനാഥൻ പിള്ള, ടെൻഷി സെബാസ്റ്റ്യൻ, ഷാലിമ B, ജ്യോതിശ്രീ, ആരിഷ് മോൻ, TP സൂര്യ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. എക്സ്റേ ആശുപത്രിക്ക് സമീപം മുതൽ ചേർത്തല ടൗൺ സ്കൂൾ വരെയുള്ള ഭാഗത്താണ് ഒഴിപ്പിക്കൽ നടന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഒഴിപ്പിക്കൽ നടത്തുമെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായിരുന്ന PJ ഫ്രാൻസിസ് ഓർമ്മയായി. 1996 മാരാരിക്കുളത്ത് VS അച്യുതാനന്ദനെ പരാജയപ്പെടുത്തിയതോടെയാണ് PJ ഫ്രാൻസിസ് ശ്രദ്ധേയനായത്. കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ അഡ്വക്കേറ്റ് PJ ഫ്രാൻസിസ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാത്രി 9 ആലപ്പുഴ കോൺവെന്റ് സ്ക്വയർ ജംഗ്ഷനിലെ വീട്ടിലായിരുന്നു മരണം. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് VS അച്യുതാനന്ദനെ പരാജയപ്പെടുത്തിയതോടെയാണ് ഫ്രാൻസിസ് ശ്രദ്ധ നേടിയത്. 1965 വോട്ടിനായിരുന്നു ജയം. അതിനു മുൻപ് അരൂരിൽ KR ഗൗരിയമ്മയോട് 2 തവണ മത്സരിച്ചെങ്കിലും തോറ്റു. 2001 മാരാരിക്കുളത്ത് തോമസ് ഐസക്കിനോട് 8398 വോട്ടിനാണ് തോറ്റത്. AK ആന്റണിയുടെ വിശ്വസ്തനായിരുന്ന ഫ്രാൻസിസ് അവസാന നാളുകളിൽ പാർട്ടിയിൽ നിന്ന് അകന്നു. ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ്
KPCC അംഗം, ആലപ്പുഴ നഗരസഭാ പ്രതിപക്ഷ നേതാവ്, ആലപ്പുഴ ബാർ കൗൺസിൽ പ്രസിഡന്റ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, മത്സ്യത്തൊഴിലാളി ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. മാതൃഭൂമി ബുക്സാണ് പ്രസാധകർ. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പൊള്ളേത്തൈ പള്ളിക്കത്തയിൽ ജുസിത്തിന്റെയും റബേക്കയുടെയും മകനായിട്ടാണ് ജനനം. ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ മറിയാമ്മ ഫ്രാൻസിസ് ഭാര്യയാണ്. ജോസ് പി ഫ്രാൻസിസ്, റോസ് പി ഫ്രാൻസിസ്, ടോണി ഫ്രാൻസിസ്, റീന ഫ്രാൻസിസ് എന്നിവർ മക്കളാണ്. ബിനിത ജോസ്, റീന ടോണി, മരിയ വർഗീസ് എന്നിവർ മരുമക്കളും. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രൽ സെമിത്തേരിയിൽ. മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും കുട്ടനാട് വെള്ളത്തിൽ തന്നെ. കുട്ടനാട് മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതക്കയത്തിൽ. റോഡുകളും വീടുകളും സ്ഥാപനങ്ങളുമെല്ലാം ഇപ്പോഴും വെള്ളത്തിൽ തന്നെ. സ്കൂളുകൾ പ്രവർത്തിച്ചിട്ട് ദിവസങ്ങളായി. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കുട്ടനാട് വെള്ളത്തിൽ തന്നെ. നൂറുകണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതക്കയത്തിൽ. കാലവർഷം ആരംഭിച്ചപ്പോൾ തുടങ്ങിയ വെള്ളപ്പൊക്ക ദുരിതത്തിന് കുട്ടനാട്ടിൽ പരിഹാരമില്ല. കുട്ടനാട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. കുട്ടനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ ദുരിതം കൊണ്ട് ജനജീവിതം താറുമാറായി കിടക്കുകയാണ്. ഇവിടെ മൊത്തം വെള്ളം കയറി നശിച്ചു. ഞങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് യാതൊരു സൗകര്യവുമില്ല. ഞങ്ങളുടെ റോഡെല്ലാം വെള്ളം മുങ്ങി വെള്ളത്തിനടിയിലാണ്. മാമ്പഴക്കരി എടത്വ റോഡ് വെള്ളത്തിനടിയിലാണ്. കുട്ടനാട്ടിൽ മൊത്തം വെള്ളമാണ്. എന്നാലും മെയിനായിട്ട് ഞങ്ങൾക്ക് ആശുപത്രി പോകാനായിട്ട് യാതൊരു നിവൃത്തിയുമില്ല. ഇന്നലെ ഞങ്ങളുടെ അമ്മച്ചിയും കൊണ്ട് ഞങ്ങൾ മാമ്പഴക്കരിക്ക് എത്തിക്കാനായിട്ട് വിട്ട പാട് ഞങ്ങൾക്കറിയാം. വീടുകളും സ്ഥാപനങ്ങളും റോഡുകളും എല്ലാം ഇപ്പോഴും വെള്ളത്തിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിട്ട് ദിവസങ്ങളായി. തോടുകളിലും റോഡുകളിലും വെള്ളം നിറഞ്ഞതോടെ പുറത്തേക്ക് പോകാനും കഴിയാത്ത സ്ഥിതി. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും വേലിയേറ്റവും മഴയുമാണ് വെള്ളക്കെട്ടിന് കാരണമായത്. മാലിന്യം നിറഞ്ഞ ദുരിതപൂർണമായ സാഹചര്യം പകർച്ചവ്യാധി ഭീഷണിയും ഉയർത്തുന്നു. വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന ചീഞ്ഞടഞ്ഞ സാധനങ്ങളെല്ലാം ഓരോ ചാക്കുകെട്ടുകളും എല്ലാം കൂടെ വന്ന് മീൻ്റെയും ഈ താറാവിൻ്റെയും ആടിൻ്റെയും എല്ലാം കൂടെ കെട്ടുകൾ ഞങ്ങളുടെ കടവിൽ ഒന്ന് കിടക്കുമോ. ഞങ്ങൾക്ക് കുളിക്കാനും വയ്യ, ഒന്നും വയ്യ. കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതാണ്. അന്നേരം ഞങ്ങൾ എന്തിപ്പോൾ വാരുമോ, ഞങ്ങളുടെ കടവിൽ നിന്ന് മാറാനായിട്ട് ഞങ്ങൾ വാരി കളയുക. എന്നാ നാറ്റമാണെന്നറിയാം. ഇവിടെ നിൽക്കാൻ പോലും ഞങ്ങൾക്ക് വയ്യ, കുളിക്കാനും വയ്യ, ഒന്നും വയ്യാത്ത അവസ്ഥയാണ്. ഞങ്ങൾ തന്നെ ഞങ്ങൾ വാരുമായത്. മഴ ഇനിയും ശക്തിപ്പെട്ടാൽ ദുരിതം ഇരട്ടിയാവും. സഹനത്തിൻ്റെ വിവരണാതീതമായ ദുരിതം പേറിയാണ് കുട്ടനാട്ടുകാർ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. മഴ മാറി മാനം തെളിയുമ്പോൾ വെള്ളക്കെട്ടിനും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ. ടൈം ന്യൂസ്, ആലപ്പുഴ. അമ്പലപ്പുഴ പുറക്കാട് തീരത്തടിഞ്ഞ കൂറ്റൻ തിമിംഗലത്തിൻ്റെ ജഡം മറവ് ചെയ്തു. പുറക്കാട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ജഡം മുറിച്ച് മറവ് ചെയ്തത്. ചൊവ്വാഴ്ച വൈകുന്നേരം പുറക്കാട് കരൂർ അയ്യങ്കോയിക്കൽ തീരത്തെറിഞ്ഞ തിമിംഗലത്തിന്റെ അഴുകിയ ജഡം കഷ്ണങ്ങളാക്കി മറവ് ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ കരയിലേക്ക് വലിച്ചു കയറ്റിയ ജഡം ചൊവ്വാഴ്ച രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ജഡം കണ്ടെത്തിയ തീരത്തിന് സമീപം കുഴിയെടുത്താണ് മറവ് ചെയ്തത്. 7 കഷ്ണങ്ങളാക്കി മറവ് ചെയ്യാൻ 4 മണിക്കൂറിലേറെ എടുത്തു. ചൊവ്വാഴ്ച വൈകുന്നേരം 3-ഓടെയാണ് 1 മാസം പഴക്കമുള്ള ജഡം അടിഞ്ഞത്. ഇതിന്റെ തലയും ചിറകും വേർപെട്ട നിലയിലും നാവ് പുറത്തോട്ട് ചാടിയ നിലയിലുമായിരുന്നു. 20 മീറ്ററിലേറെ നീളമുണ്ടായിരുന്നു. വനം വകുപ്പിന്റെ റാന്നി ഡിവിഷനിലെ റേഞ്ചർ DR ജയൻ, പുറക്കാട് വെറ്റിനറി സർജൻ AN ബിജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം. സ്രവവും കുടലിന്റെ ഭാഗവും ആന്തരിക അവയവങ്ങളും പരിശോധനയ്ക്ക് അയച്ചു. ജഡം മറവ് ചെയ്യുന്നതിനായി ബുധനാഴ്ച രാവിലെ മുതൽ ശ്രമം ആരംഭിച്ചു. ആദ്യം എത്തിച്ച മണ്ണുമാന്തി യന്ത്രം കൊണ്ട് ഇത് പൊക്കാനാവാതെ വന്നതോടെ കളക്ടർ ഇടപെട്ട് വലിയ ക്രെയിൻ എത്തിച്ചു. മത്സ്യത്തൊഴിലാളികളായ R ബിജു, S സുധീഷ്, R രാജേഷ്, പൊടിമോൻ, ഷാജി, മഹേഷ്, M അനിൽ എന്നിവരാണ് ഇത് കരയിലേക്ക് കയറ്റാനും മുറിക്കാനും മുന്നിട്ടിറങ്ങിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, റവന്യൂ, വനം വകുപ്പ്, മത്സ്യബന്ധന വകുപ്പ് ഉദ്യോഗസ്ഥരും തീരദേശ പോലീസും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ശനിയാഴ്ച പുന്തല തീരത്തടിഞ്ഞ തിമിംഗലത്തിന്റെ അഴുകിയ ജഡം മറവ് ചെയ്യാനുമായിട്ടില്ല. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ കുമാരകോടിക്ക് സമീപമാണ് ഇതുള്ളത്. പുറക്കാട് പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ ദിവസം അടിഞ്ഞു കയറിയ ഭീമൻ തിമിംഗലം കരയ്ക്ക് കയറ്റാനുള്ള വലിയ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ അത് കരയ്ക്ക് കയറ്റാൻ ഇപ്പോഴത്തെ സംവിധാനത്തിലൂടെ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ഇവിടെ ജില്ലാ ഭരണകൂടം ഇടപെട്ടതിൻ്റെ ഫലമായി തന്നെയാണ് വലിയ ക്രെയിനടക്കം വന്നിട്ടുണ്ടെങ്കിലും അത് മുറിഞ്ഞ് ഈ പ്രദേശം മുഴുവൻ വളരെ ദുർഗന്ധം ഉണ്ടാക്കി പകുതി ഭാഗം മാത്രമാണ് കയറിയിട്ടുള്ളത്. ഏതായാലും ഇതൊരു അനുഭവമായി തന്നെ ബോധ്യപ്പെടുകയാണ്. ഇത്തരം അവസരങ്ങളിൽ നമ്മുടെ തീരങ്ങളിൽ വലിയ തരത്തിലേക്കുള്ള വസ്തുക്കൾ വന്നാൽ അതൊക്കെ അടക്കം ചെയ്യാനും അതിനോടൊപ്പം തന്നെ കൃത്യമായി കരയ്ക്ക് കയറ്റാനും ഒരു സംവിധാനത്തെക്കുറിച്ചുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ തോട്ടപ്പള്ളിയിൽ അടിഞ്ഞു കയറിയ തിമിംഗലം ഇപ്പോഴും പല്ലന തീരക്കടലിൽ കല്ലിനിടയിൽ കയറി കിടക്കുകയാണ്. അതിന് ഒരു കാരണവശാലും എടുക്കാൻ സാധിക്കില്ലാത്ത സാഹചര്യത്തിലാണ്. ആ പ്രദേശവാസികൾ മുഴുവൻ വലിയ ദുരിതവും അനുഭവിക്കുന്നുണ്ട്. ഇവിടെ പുറക്കാടും ഇപ്പോഴും ആ ഒരവസ്ഥയിലേക്ക് പകുതി സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്. പ്രദേശത്ത് വീടുകളിൽ ഭക്ഷണം പോലും പാചകം ചെയ്തിട്ടില്ല.
പുറക്കാട് പഞ്ചായത്ത് ഓഫീസിൻ്റെ 1/2 കിലോമീറ്ററിനുള്ളിൽ ഈ ദുർഗന്ധം വലിയ തരത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും പകുതി ഭാഗം ഇപ്പോൾ ഇവിടെ എടുത്ത കുഴിക്കുള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടൈം ന്യൂസ് ആലപ്പുഴ. അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വരവേൽപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന 1ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും +1, +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. വരവേൽപ്പ് 2025 എന്ന പേരിൽ നടത്തിയ പരിപാടി എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലേക്ക് രക്ഷകർത്താക്കളുടെ യോഗം വിളിക്കുമ്പോൾ വരുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അത് മിക്കവാറും സ്കൂൾ നോക്കിയാൽ കാണുന്നൊരു പ്രശ്നമാണ്. പലപ്പോഴും PTA മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ജനറൽ ബോഡി യോഗം ഒരു തവണ വിളിക്കുമ്പോൾ കുറച്ച് രക്ഷകർത്താക്കൾ വരും, വളരെ കുറച്ച് പേർ വരും, ഒരു കമ്മിറ്റി എടുക്കുന്ന ആ യോഗത്തിൽ വരും, പിന്നെ ആരും അങ്ങനെ വരുന്ന സ്ഥിതി പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം പല സ്കൂളിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാൻ സ്വാഭാവികമായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ സ്കൂളും നമ്മുടെ കുട്ടികളുടെ അധ്യയനവും അതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങൾ പരസ്പരം പറയാൻ കഴിയാത്ത നിലയിലേക്ക് പലപ്പോഴും മാറുന്നു എന്നതുകൊണ്ടാണ്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് P. അരുൺകുമാർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ R. ജയരാജ്, പഞ്ചായത്ത് അംഗം സുഷമ രാജീവ്, C. രാധാകൃഷ്ണൻ, AEO V. ഫ്രാൻസി, പ്രധാനാധ്യാപിക P. ബിന്ദുലേഖ, M. മഹേഷ് എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KH ഹനീഷ്യ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. അമ്പലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുകവലി മോചന ക്ലിനിക്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടൊപ്പം ശ്വാസകോശ പുനരധിവാസ ക്ലിനിക്കിൻ്റെ പ്രവർത്തനവും തുടങ്ങി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശ്വാസകോശ വിഭാഗത്തിന്റെ കീഴിൽ പുകവലി മോചന ക്ലിനിക്കിന്റെയും ശ്വാസകോശ പുനരധിവാസ ചികിത്സാ ക്ലിനിക്കിന്റെയും പ്രവർത്തനത്തിന് തുടക്കമായി. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. പുകവലി എന്നുള്ളത് പൊതുവേ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സർവ്വസാധാരണമായി എന്നുള്ള രീതി മാറിയിട്ട് വളരെ ലിമിറ്റഡായി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ആ ശീലം പുറത്തുനിന്ന് ആളുകൾ നോക്കിയ ചെയിൻ സ്മോക്കേഴ്സായിട്ട് നമുക്ക് കാണാൻ നിശ്ചയമായിട്ട് കഴിയും. അപ്പോൾ അതെല്ലാം നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് നമ്മുടെ കോളേജിലേക്ക് പൾമണറി വിഭാഗത്തിൻ്റെ ചുമതലയിൽ ഇത്തരമൊരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ക്ലിനിക്കുകളുടെ പ്രവർത്തനം ശ്വാസകോശ രോഗികൾക്ക് ഏറെ ആശ്വാസകരമാകുമെന്നും ഇവയൊക്കെ ജനങ്ങളിൽ എത്തിക്കുവാൻ എല്ലാവരുടെയും സഹായം ആവശ്യമെന്നും എച്ച് സലാം MLA പറഞ്ഞു. ശ്വാസകോശാർബുദം, ദീർഘകാല ശ്വാസതടസ്സ രോഗങ്ങൾ തുടങ്ങി നിരവധി ശ്വാസകോശ രോഗങ്ങൾക്കും ഹൃദയ സംബന്ധിയായ മറ്റു രോഗങ്ങൾക്കും കാരണമാകുന്ന പുകവലിയിൽ നിന്ന് അത്തരക്കാരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുകവലി മോചന ക്ലിനിക്ക് പ്രവർത്തിക്കുക. രോഗസ്ഥിതിക്ക് അനുസരണമായ വ്യായാമ മുറകളും ശ്വസന വ്യായാമങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും കൗൺസിലിംഗും ചേർന്നുള്ള സമഗ്ര ചികിത്സാ പദ്ധതിയാണ് പൾമണറി റീഹാബിലിറ്റേഷൻ ചികിത്സ. ശ്വാസകോശ രോഗികളുടെ അനുബന്ധ ചികിത്സാ പദ്ധതിയായ ശ്വാസകോശ പുനരധിവാസ ചികിത്സ കൂടുതൽ സമഗ്രമാക്കുക, രോഗികൾക്കും ബന്ധുക്കൾക്കും ഇത് സംബന്ധിയായ ആശങ്കകൾ അകറ്റുക എന്നീ ലക്ഷ്യങ്ങളോടെ ശ്വാസകോശ പുനരധിവാസ ചികിത്സാ ക്ലിനിക് പ്രവർത്തിക്കുക. പുകവലി മോചന ക്ലിനിക്കിന്റെ പ്രവർത്തനം ബുധനാഴ്ചകളിൽ പകൽ 11 മുതൽ 1 വരെയും ശ്വാസകോശ പുനരധിവാസ ക്ലിനിക്കിന്റെ പ്രവർത്തനം വെള്ളിയാഴ്ചകളിൽ രാവിലെ 10 മുതൽ 12 വരെയാണ് നടത്തുക. പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A. ഹരികുമാർ, ശ്വാസകോശ വിഭാഗം പ്രൊഫസർ ഡോക്ടർ P. S. ഷാജഹാൻ, മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് രാഘവൻ, MD-ICU നോഡൽ ഓഫീസർ ഡോക്ടർ NR സജികുമാർ, ചീഫ് നഴ്സിംഗ് ഓഫീസർ P. K. ഉഷ, നഴ്സിംഗ് സൂപ്രണ്ടുമാരായ S. മിനി, M. നളിനി, G. ജലജമ്മ, വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ഓൺലൈൻ ബിഡിങ്ങിൻ്റെ പേരിൽ തട്ടിപ്പ്. ആലപ്പുഴ തലവടി സ്വദേശിയിൽ നിന്ന് 25 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പിടിയിലായി. മലപ്പുറം സ്വദേശി KK അർജുനാണ് പിടിയിലായത്. ഓൺലൈനിൽ ബിഡിങ്ങിന്റെ പേരിൽ ആലപ്പുഴ തലവടി സ്വദേശിയായ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിൽ നിന്ന് 25.5 ലക്ഷം രൂപ തട്ടിയ സംഘത്തിലെ ഒരാളെ ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ വേങ്ങാട് കുളത്തൂർ മൂർക്കനാട് പഞ്ചായത്ത് 16-ാം വാർഡിൽ കരുവള്ളിക്കുന്നത്ത് വീട്ടിൽ KK അർജുനാണ് അറസ്റ്റിലായത്. സ്വകാര്യ ബിഡിംഗ് കമ്പനിയുടെ പ്രതിനിധിയായി ആൾമാറാട്ടം നടത്തി ടെലിഗ്രാം, വാട്സ്ആപ്പ് എന്നിവ വഴി ബന്ധപ്പെട്ടായിരുന്നു തട്ടിപ്പ്. 2025 മെയ് മുതൽ ലാവണ്യ എന്ന പേരിലുള്ള ടെലിഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് പരാതിക്കാരനെ തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടത്. ഓൺലൈൻ ബിഡിംഗ് നടത്തി ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച വ്യാജ വെബ്സൈറ്റിന്റെ ലിങ്ക് അയച്ചു നൽകി. അക്കൗണ്ട് എടുപ്പിച്ച ശേഷം തട്ടിപ്പുകാർ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയപ്പിക്കുകയായിരുന്നു. അയച്ച പണം വ്യാജ വെബ്സൈറ്റിൽ ലാഭം സഹിതം പ്രദർശിപ്പിച്ചതിനാൽ പരാതിക്കാരന് ആദ്യം സംശയം തോന്നാനായില്ല. വെബ്സൈറ്റിൽ കാണിച്ചിരുന്ന ലാഭം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ ക്രെഡിറ്റ് സ്കോർ കുറവാണെന്നും ഇത് കൂട്ടുന്നതിന് വീണ്ടും ബിഡിംഗ് നടത്തണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടപ്പോഴാണ് തട്ടിപ്പാണെന്ന് പരാതിക്കാരന് മനസ്സിലായത്. ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലും നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിലും പരാതിപ്പെട്ടതോടെയാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും പ്രതിയെ പിടികൂടാനും കഴിഞ്ഞത്. തെലങ്കാന സൈബരാബാദ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ, തമിഴ്നാട് കോയമ്പത്തൂർ സൂലൂർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഇയാൾക്കെതിരെ പരാതി നിലവിലുണ്ട്. പ്രതിയെ ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല പള്ളിപ്പുറം തിരുനെല്ലൂരിൽ വാഹനാപകടം. ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. തൈക്കാട്ടുശ്ശേരി സ്വദേശി 37 വയസ്സുള്ള S. രാജേഷാണ് മരിച്ചത്.
തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് 7-ാം വാർഡ് ഉണ്ണിരവികാട്ട് വെളിയിൽ ശശിധരൻ്റെ മകൻ 36 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. ചേർത്തല അരൂക്കുറ്റി റോഡിൽ തിരുനെല്ലൂരിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം. രാജേഷ് പുത്തനമ്പലം ഭാഗത്ത് സ്വകാര്യ പെയിൻറ് കമ്പനിയിലെ ജീവനക്കാരനാണ്. ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം. തെക്ക് നിന്ന് വടക്കോട്ട് പോവുകയായിരുന്ന രാജേഷിൻ്റെ ബൈക്കിൽ എതിർ ദിശയിൽ നിന്ന് വന്ന ലോറിയാണ് ഇടിച്ചത്. ഉടൻ തന്നെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഫാസുരാങ്കിയാണ് മാതാവ്, സുതിമോൻ സഹോദരൻ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. മണ്ണഞ്ചേരി പൊന്നാട് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭയുടെ നേതൃത്വത്തിൽ ഗുരുദേവ ദർശന സത്സംഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു. പൊന്നാടി ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ ഗുരുചൈതന്യത്തിന്റെ നേതൃത്വത്തിൽ ഗുരുദേവ ദർശന സത്സംഗം സംഘടിപ്പിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു. എസ് മുരളീകൃഷ്ണൻ അധ്യക്ഷനായി. ചടങ്ങിൽ സെക്രട്ടറി എം കെ രഘുവരൻ സ്വാഗതവും ഷീല സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഉപദേശക സമിതി കൺവീനർ സതീശൻ അത്തിക്കാട്, രക്ഷാധികാരി രവി പാലത്തിങ്കൽ എന്നിവർ പഠനത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. പി എ കുഞ്ഞപ്പൻ, വിജു ശാന്തി എന്നിവർ സംസാരിച്ചു. ഗുരുദേവ ചിത്രവും ദൈവദശകവും അടങ്ങിയ നോട്ട്ബുക്കുകൾ, ശിവഗിരി പ്രാർത്ഥനാവലി, കുടുംബജീവിതം ധന്യമാക്കാൻ ശ്രീനാരായണ ധർമ്മം എന്ന പുസ്തകവും ഡോക്ടർ സുനിൽ, ഡോക്ടർ നമിത എന്നിവർ കുട്ടികൾക്ക് വിതരണം ചെയ്തു. ടൈം ന്യൂസ് ആലപ്പുഴ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മുഹമ്മയിൽ തയ്യൽ ഫാഷൻ ഡിസൈനിങ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മുഹമ്മ CDSൻ്റെയും നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മുഹമ്മദ് CDSൻ്റെയും നേതൃത്വത്തിൽ തൊഴിൽ വൈദഗ്ധ്യ മാനേജ്മെന്റിന്റെ ഭാഗമായി തയ്യൽ ഫാഷൻ ഡിസൈനിങ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. 32 ദിവസമാണ് പരിശീലന കാലാവധി. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാം കരുത്തും ശക്തിയും പകരുകയും ഇന്ന് ഈ 941 ഗ്രാമപഞ്ചായത്ത്, കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ പകുതിയിലേറെ വരുന്ന സ്ത്രീകൾ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടൊക്കെ ഇരിക്കുന്നത് ഈ കുടുംബശ്രീയുടെ കരുത്തിൽ നിന്നിട്ടാണ്. കുടുംബശ്രീ നൽകിയ ഒരു കരുത്താണ്. കുടുംബശ്രീ നൽകിയ ആ കരുത്തിൽ നിന്നിട്ടാണ് ഇന്ന് സ്ത്രീകൾ വിവിധ മേഖലയിൽ അവരുടെ ശക്തിയും പ്രാവീണ്യവും ഒക്കെ പ്രകടിപ്പിക്കാൻ അവർക്ക് അവസരം തന്നു. അതുപോലെ തന്നെ നിരവധിയായ തൊഴിൽ സംരംഭങ്ങൾ നമ്മുടെ മുഹമ്മയിൽ നമ്മുടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിരവധിയായ തൊഴിൽ സംരംഭങ്ങളുണ്ട്. ഇതെല്ലാം ഏറ്റവും ഭംഗിയായി നടന്നു പോകുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം കരുത്തും പ്രചോദനവും എന്ന് പറയുന്നത് പിന്നെ ഈ കുടുംബശ്രീ നൽകിയിട്ടുള്ള ഒരു കരുത്താണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റെജി അധ്യക്ഷനായി. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MS ലത, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ, CDS ചെയർപേഴ്സൺ സേതുബായി, ആലപ്പുഴ എക്സാത്ത് അക്രഡിറ്റഡ് ഏജൻസി അംഗം ശ്രീദേവി തയ്യിൽ, ടീച്ചർ എക്സാത്ത് രജനി, മുഹമ്മ പഞ്ചായത്ത് MEC ശൈലജ, കുടുംബശ്രീ മിഷൻ ആലപ്പുഴ ബ്ലോക്ക് കോർഡിനേറ്റർ ജിസ്ന എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. മുഹമ്മ ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠന കേന്ദ്രത്തിൽ മഴക്കാല ശുചിത്വ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ MB നിഷാദ് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠനകളരിയുടെ നേതൃത്വത്തിൽ മഴക്കാല ശുചിത്വ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ MB നിഷാദ് ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക്കിനെ പറ്റിയിട്ട് നമുക്ക് ഓരോ പ്രസംഗിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും അത് സമൂഹത്തിലേക്ക് വരുമ്പോഴും അത് ഇത്രയൊക്കെ ഉള്ളൂ. നിസ്സാരവൽക്കരിക്കുന്ന ഒരുപാട് പേര് ഇന്നുമുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ പ്രധാന പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാർബൺ ഡയോക്സൈഡ് പുറപ്പെടുമെന്നും ഡയോക്സിൻ പോലുള്ള കെമിക്കൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അറിയാമെങ്കിലും ഇത് ആളുകളിലേക്ക് പറയുമ്പോഴും ഇപ്പോഴും കുറച്ച് പേര് മാത്രമേ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഡയോക്സിൻ കളരിപറ്റ രക്ഷകൻ മാധവ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷനായി. ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര കമ്മിറ്റി ഉപദേശക സമിതി കൺവീനർ സതീശൻ അത്തിക്കാട്, K സതീശൻ, N പ്രകാശൻ, ബേബി പാപ്പാളി, കളരിപരിരക്ഷക പത്മജ മാധവ ബാലസുബ്രഹ്മണ്യം എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഗുരുദേവ ക്വിസ് മത്സരത്തിന് ഗുരുധർമ്മ പ്രചാരകൻ ബേബി പാപ്പാളി നേതൃത്വം നൽകി. ടൈം ന്യൂസ് ആലപ്പുഴ. മുഹമ്മ കറുത്ത കക്ക സഹകരണ സംഘത്തിൽ അരി വിതരണം സംഘടിപ്പിച്ചു. കയർ കോർപ്പറേഷൻ ചെയർമാൻ G വേണുഗോപാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2551 നമ്പർ കറുത്ത കക്ക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അരി വിതരണം നടത്തി. കയർ കോർപ്പറേഷൻ ചെയർമാൻ G വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി കല സ്വാഗതം പറഞ്ഞു. കമ്മിറ്റി അംഗങ്ങളായ PV മുരളീധരൻ, PM രാജപ്പൻ, CN തിലകപ്പൻ, VK അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. വായിച്ചു വളരുക എന്ന സന്ദേശവുമായി വായനാ ദിനം
ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും വായനയുടെ കുലപതിയുമെന്നറിയപ്പെടുന്ന PN പണിക്കർക്ക് നാടിന്റെ സ്മരണാഞ്ജലി. വായനാ ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു. ഒരു മാസക്കാലം നീളുന്ന വായനാ മാസാചരണത്തിനും തുടക്കം. ജില്ലാതല ഉദ്ഘാടനം ചേർത്തല ശ്രീനാരായണ കോളേജിൽ നടന്നു. ചേർത്തല നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ നീക്കം ചെയ്യാൻ നടപടികൾ ആരംഭിച്ചു. ചേർത്തല ദേവീക്ഷേത്രത്തിന് തെക്കുവശം മുതൽ എക്സ്റേ കവല വരെയുള്ള അനധികൃത സ്ഥാപനങ്ങൾ പൊളിച്ചുമാറ്റി. നടപടി തുടരുമെന്ന് നഗരസഭ. കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PJ ഫ്രാൻസിസ് ഓർമ്മയായി. 1996 മാരാരിക്കുളത്ത് VS അച്യുതാനന്ദനെ തോൽപ്പിച്ചാണ് PJ ഫ്രാൻസിസ് ശ്രദ്ധേയനായത്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കുട്ടനാട് വെള്ളത്തിൽ തന്നെ. നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതക്കയത്തിൽ. കാലവർഷം ആരംഭിച്ചപ്പോൾ തുടങ്ങിയ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഇപ്പോഴും പരിഹാരമില്ല. വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചിട്ട് ദിവസങ്ങളായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.